ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കൂട്ടുകാർക്കൊക്കെ ഇന്ന് സ്കൂളിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരുങ്ങിപ്പോണ്ടേ. അപ്പം നമ്മുടെ ഉണ്ണിമോക്കും ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് പോകണം. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരുങ്ങാൻ വേണ്ടി തന്നെ ഉണ്ണിയുടെ റൂമായത് കേട്ടോ. ഉണ്ണിയുടെ റൂമിലോട്ട് വന്നേക്കോ. ഞാൻ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിക്ക് ഒരുങ്ങാനുള്ള. ഉണ്ണിയാണെങ്കിൽ റെഡി ആവാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ. രാവിലെ കുളിച്ച് ദേഹമൊക്കെ കഴുകി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഉണ്ണിക്കൊരു ഗ്രീൻ കളർ ഉടുപ്പും ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളൊരു വലിയൊരു ഷാള് പോലൊരു സാധനമുണ്ട്. അതുകൂടി വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പം ആ ഗ്രീൻ കളറ് ബ്ലൗസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം അതിൻ്റെ ഇച്ചിരി എന്തുവാ ആ ഒരു ഇത് ടൈറ്റാണ് കേട്ടോ, ബാക്കിലത്തെ ഹുക്ക്. അപ്പം അത് ഇച്ചിരി ഇടാൻ പാടാണ്. ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കയറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വലിയ മേക്കപ്പ് ഒന്നുമില്ല, വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഫൗണ്ടേഷൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഫൗണ്ടേഷൻ ഓൾറെഡി ഞാൻ അവളുടെ ഒരു മോയ്സ്ചറൈസർ പോലൊരു സാധനം ആദ്യം ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് എന്ന് ഉണ്ണിക്കിടുന്നതാണ്. മോയ്സ്ചറൈസർ അത് ബേബി ക്രീമിൻ്റെ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്ത്, അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത്. ഈ ഫൗണ്ടേഷൻ അങ്ങുമൊക്കെ ഇട്ട്, ഫൗണ്ടേഷനൊക്കെ ഇടുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനാണെങ്കിൽ അങ്ങുമൊക്കെ ഇട്ടൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കഴുത്തേലും ഒക്കെ നല്ലതായിട്ടിട്ട്. അപ്പം ആശാട്ടി ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലൊക്കെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഫൗണ്ടേഷൻ ഇട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരുങ്ങി റെഡിയായിരിക്കുക. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനർ ഉണ്ണിക്ക് എഴുതി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ. കണ്ണ് തുറക്കും, കണ്ണടയ്ക്കും, ചില സമയം കണ്ണിട്ട് വെട്ടും. പിന്നെ ഉണ്ണിമോൾ കണ്ണും ഇട്ട് അനക്കിയില്ല, ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിലും എൻ്റെ കൈ തട്ടി അത് പല വഴിക്കാവും. ആദ്യം ഞാൻ നല്ല വീതി കുറച്ചൊക്കെ ആയിരിക്കും എഴുതുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പിന്നെ അടുത്ത ലെയർ വരച്ച്, പിന്നെ അടുത്ത ലെയർ വരച്ച്, അങ്ങനെ അത് നല്ല വീതിയാവും. അപ്പോൾ ഞാൻ ഇച്ചിരി ചെറിയ ഒരു വാലൊക്കെ ഇട്ടിരുന്നാന്ന് വിചാരിക്കുക. ഭയങ്കരമായിട്ട് ജാൻസി റാണിക്ക് ഒരുങ്ങണ്ടല്ലോ മേക്കപ്പ്. ഭയങ്കര മേക്കപ്പ് ഇട്ടാൽ അത് ഭയങ്കര ബോറാണല്ലോ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ ഐലൈനർ ഇടുന്നു. ഐലൈനർ എഴുതാൻ എനിക്ക് നല്ല സമയം തന്നു. ഒത്തിരി സമയം ഈ ഐലൈനർ എഴുതുന്നതിനകത്ത് പോയി. ഒരു കണ്ണ് എഴുതി, സത്യം പറഞ്ഞാൽ ഒരു കണ്ണ് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത കണ്ണ് എഴുതാൻ നേരമാണ് ഈ അങ്ങ് തട്ടി ഇങ്ങനെ ആയത്. പിന്നെ അത് ലെവലാക്കാൻ വേണ്ടി എഴുതി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ വീതി കൂടി. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം എഴുതിയത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് അത് വീണ്ടും ലെവൽ കൂട്ടി എഴുതേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അത് ഉണങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കണേന്ന് പറഞ്ഞ് ആശാട്ടി അങ്ങ് കണ്ണ് തുറന്നു. അപ്പോൾ അതിൻ്റെ പൊള്ളയുടെ മേളിലായി. പിന്നെ അതൊക്കെ തൂത്ത് കളഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഐലൈനർ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ എന്തുവാ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇച്ചിരി എടുത്ത് ഞാനിങ്ങനെ ചെള്ളയിലൊക്കെ കണ്ണിൻ്റെ മേളിൽ ഐ ഷാഡോവും പോലെ ചെള്ളയുടെ ചീക്കിൻ്റെ രണ്ട് സൈഡിലൊരു സ്മാഷ് പോലെ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന രീതി ചുമ്മാ ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുത്ത് കണ്ണിൻ്റെ മേളിലും ചെള്ളയിലുമൊക്കെ ഈ ഐലൈനർ എടുക്കുന്ന സമയം പോയി ഒത്തിരി. എനിക്ക് സത്യം പറഞ്ഞാൽ സമയം ലേറ്റായി പോയായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ റെഡിയാക്കി. സത്യം പറഞ്ഞാൽ ഈ മുഖത്ത് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ എന്ത് ചെയ്തത്, പൊട്ട് ഇതിൽ കളർ പൊട്ട്, പല കളറിൻ്റെ പൊട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് പൊട്ടിട്ട് കൊടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കൂടി പൊട്ടിൻ്റെ കാര്യമൊന്നും ചിന്തിച്ചില്ല എങ്ങനെയാണ് റെഡിയാക്കണ്ടതെന്നൊന്നും. അപ്പം ഞാൻ ആ കളർ പൊട്ട് എടുത്ത് അതിങ്ങനെ എന്തെങ്കിലും ഒരു സാധാരണ ഞാൻ മറ്റേ ഗൂഗിളിനകത്തൊക്കെ നോക്കിയപ്പം ഒരു അമ്പിളി അമ്മാവൻ്റെ പോലെ ഇങ്ങനൊരു പൊട്ടാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചെങ്കിൽ വരച്ചു കൊടുക്കാമെന്ന്. അത് ഞാനിങ്ങനെ പൊട്ടൊക്കെ എടുത്ത് വെച്ച് എങ്ങനെ വരയ്ക്കുമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചത് കുളമാവും. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്നറിയാം, എളുപ്പം പോയി എൻ്റെ ഒരു ഐറ്റക്സിൻ്റെ പൊട്ട് എടുത്തിട്ട്, നല്ല വലിയ വട്ടപ്പൊട്ട് എടുത്തിട്ട് അത് ഞാനിങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു അമ്പിളിയമ്മാവൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാനത് എന്ത് ചെയ്തെന്നറിയോ, ഉണ്ണിക്ക് വെച്ച് നോക്കി. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ശരി, അതിരുന്ന് വരച്ച് കുളമാവുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എളുപ്പം പോയത് കട്ട് ചെയ്ത് എളുപ്പം ഉണ്ണിക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഉണ്ണി എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ആരാമേ ഈ ഝാൻസി റാണി? ഝാൻസി റാണി എവിടെ പോയി? ഝാൻസി റാണി എന്തുവാ? എന്തിനാ നാട് വിട്ടുപോയത്?
ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെയും കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിക്ക് മെയിൻ പ്രശ്നം എന്തുവെന്നാൽ ഉടുപ്പിനകത്തെ നൂലെങ്ങാനും ഒന്ന് പൊങ്ങിയിരുന്നാൽ ഉണ്ണിക്ക് പിന്നെ അങ്ങ് ഭയങ്കര ചൊറിച്ചിലാണ്. ഉണ്ണിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഉണ്ണി പറയും അവിടെ ചൊറിയുന്നു ഇവിടെ ചൊറിയുന്നു ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ ബ്ലൗസിൻ്റെ ബോർഡർ വെച്ചതിനകത്ത് ഒരു ഇച്ചിരി ഇങ്ങനെ തള്ളിയിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറയും ഇതങ്ങ് കട്ട് ചെയ്ത് താ അമ്മേ, കട്ട് ചെയ്ത് താ എന്ന് പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കത്രിക എടുത്ത് അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ ഷാൾ എടുത്തുകൊണ്ട് വന്ന് ഷാൾ എടുത്ത് വന്ന് അതങ്ങ് ചുറ്റി ഉടുക്കാൻ നോക്കുക. എന്നെ ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ണിക്കൊരു സിനിമാറ്റിക്ക് വന്നപ്പം ഞാൻ ഉടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഉടുക്കുന്ന ഏകദേശം അറിയാം. ഞാനങ്ങനെ അത് വെച്ച് ആ ഷോള് വെച്ച് ഉടുത്തിട്ട് അടിയിൽ കൂടെ പ്ലീറ്റ് എടുത്ത് ഞുറിഞ്ഞ് ബാക്കിൽ വെച്ച് കൊണ്ടുവന്ന് മടക്കി വെച്ച് 2 പ്ലീറ്റും അങ്ങനെ കൊണ്ടുവന്നങ്ങ് പ്ലീറ്റ് എടുത്തിട്ട് മടക്കി വെച്ച്. പിന്നത്തെ മെയിൻ പ്രശ്നം എൻ്റെ മനസ്സിലുള്ളത് തൊപ്പിയായിരുന്നു. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് കാണാം. പിന്നെ എൻ്റെ കയ്യിൽ മാലയൊക്കെ ഓൾറെഡി ഉണ്ട്. ഈ ഉണ്ണിക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ താലപ്പൊലി എടുക്കാനും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് മാലയും കമ്മലും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എല്ലാ ആവശ്യം വന്നാലും ഇതൊക്കെ തന്നെ മാറിയും തിരിഞ്ഞും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പം ആ മാലയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മാലയൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കി റെഡിയാക്കി നിർത്തിയിട്ട് തൊപ്പി കെട്ടണം എന്നുള്ളതാണ് അടുത്ത അജണ്ട. അങ്ങനെ മാലയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പം ഉണ്ണി ഇതിൻ്റെ ഇടയ്ക്ക് പലവട്ടം പോയി കണ്ണാടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുങ്ങി റെഡിയാണോ സുന്ദരിയാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ഓൾറെഡി ഒരു കുഞ്ഞു കമ്മലായി ഉണ്ണിയുടെ എല്ലാം കാത് ഞാന്ന് പോവല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കമ്മലല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു വലിയൊരു കമ്മലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കമ്മലാണ് ഉണ്ണിമോൾക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് മാല 2 3 എടുത്ത് വെച്ച് ഏതാ ഇഷ്ടം നല്ലതാവുന്നതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നതിന് മാല എടുക്കുന്നതിന് മുമ്പേ ഉണ്ണി ഡിമാൻഡ് ഇട്ട് എനിക്ക് കഴുത്ത് ഇറുകി പിടിച്ച് കിടക്കുന്നതൊന്നും വേണ്ട, ഇറക്കമുള്ള മതി. അപ്പം ഞാൻ പറഞ്ഞു അല്ല ഉണ്ണി, ഇറക്കമുള്ളത് ഇട്ടാലും ഒരെണ്ണം ഇച്ചിരി ടൈറ്റായിട്ട് നെക്ലേസ് പോലുള്ളത് ഇടണമെന്ന്. അപ്പോൾ എന്നോട് പറയുക ഞാൻ സ്കൂളിൽ ചെന്നിട്ട് മുറുക്കി ഇട്ടോളാം, ഇവിടുന്ന് സ്കൂളിൽ ചെല്ലുന്നിടം വരെ ഞാനാണെങ്കിൽ താത്തിടുക, എനിക്കിപ്പോഴേ ഇടണ്ട ചൂടെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിമാൻഡ് ഇടുന്നു. അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്ത് 2 മാല ഇട്ട് കൊടുത്ത് പിന്നെ കമ്മലൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വളയിടുന്നത് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. വള ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും പിന്നെ പോകാൻ നേരം ഇടുന്ന വളയും ഗോൾഡൻ കളറിൻ്റെ വളയും അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് കളറിൻ്റെ ഒരു മറ്റേ നമ്മുടെ സാധാ വള ഇട്ടിട്ട് അതിൻ്റെ അപ്പുറം ഗോൾഡൻ വളയും കൂടി ഇട്ട് അങ്ങനെ മാലയും കമ്മലും ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയായി. അന്നേരം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നുപോലെ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ താടിയിലൊരു 3 കുത്തിട്ട് കൊടുക്കുന്ന കാര്യം അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുക്കി തലയിൽ കെട്ടിയും കഴിഞ്ഞപ്പോഴും മറന്നുപോലെ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ ഇറങ്ങാൻ നേരം ഞാൻ പിന്നെ ഓർത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ലാസ്റ്റ് ഫോട്ടോയ്ക്കകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ താടിയിലെ കുത്ത്. അന്നേരം ഉണ്ണി എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഷോള് കെട്ടണ്ടേ, തലയിൽ കെട്ടണ്ടേ. അപ്പം ആദ്യം എനിക്കിവിടെ മുടി ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തോന്ന് പറയുക ആ മുടിയെല്ലാം കൂടി വാരി പിടിച്ച് ഇച്ചിരി പൊക്കി ഇച്ചിരി ഉച്ചിയിലോട്ട് വരുന്ന രീതിയിൽ പൊക്കി കെട്ടി അതെല്ലാം കൂടി ഒന്ന് മടക്കി വെച്ച് ഫ്രണ്ടിലോട്ട് കാണാത്ത രീതിയിൽ മടക്കി വെച്ച് തൊപ്പി കെട്ടിയാലും ഫ്രണ്ടിലോട്ട് കാണാത്ത രീതിയിൽ ഒരു ബണ്ണ് നല്ലതായിട്ടൊരു ബണ്ണിട്ടിട്ട് പിന്നെ അതൊന്ന് മടക്കി ടൈറ്റാക്കി വെച്ച് എന്നിട്ട് അപ്പോഴത്തേക്ക് ഉണ്ണി എന്തോ ചെയ്ത് ഷാൾ എടുക്കാൻ പാ എന്നിട്ട് അടങ്ങി കേട്ടോ. മുടി കെട്ടാൻ വേണ്ടി ഉണ്ണി നന്നായിട്ട് അടങ്ങി നിന്ന് തരും. ഉണ്ണിക്ക് മുടി ഇങ്ങനെ അഴിച്ചിടുന്നതും ഇങ്ങനെ മുഖത്തോട്ടൊക്കെ വീഴുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും പറയും എന്നോട് ടൈറ്റായിട്ട് നല്ലതായിട്ട് പൊക്കി കെട്ടി വെച്ചതാന്നൊക്കെ പറയും. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ആശാട്ടി പോയി ഷോൾ എടുത്തിട്ട് വന്ന് തൊപ്പി കെട്ടുന്നതായിരുന്നു പാട്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പാട് തൊപ്പിയായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു തൊപ്പി ഇങ്ങനെ കെട്ടുന്ന രീതി. പലരും പല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പല രീതിയിൽ നിന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തത്. പക്ഷേ എന്നാലും ശരിയായില്ല. പിന്നെ ഇതിനകത്ത് കാണുന്ന പോലല്ല. ഞാൻ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് വീണ്ടും അഴിച്ചിട്ട് അവിടെ വെച്ച് വൃത്തിയായിട്ട് കെട്ടിക്കൊടുത്ത്. അങ്ങനെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് തൊപ്പി എടുത്തുകൊണ്ട് വന്നു. അത് പിന്നെ
ഷാളിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ചുറ്റിയിട്ട് അതിനകത്ത് കാണുന്ന പോലെ ചുറ്റി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് വെച്ച്. അന്നേരം പിന്നെ ആ തൊപ്പിയുടെ അറ്റത്താണെങ്കിൽ നല്ല ബോട്ട് വേണം. എൻ്റെ ഷോളാണെങ്കിൽ പ്ലെയിൻ ഷോളാണ്. ഒരു ബോട്ടുള്ള ഷോൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ച്, പക്ഷെ അത് റെഡ് കളറാണ്. അപ്പോൾ പച്ചയും താഴെ ഓറഞ്ചും തൊപ്പി അങ്ങ് റെഡും ആയപ്പോൾ ഭയങ്കര ബോറ് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പിന്നെ എന്തോന്ന് വെച്ചാൽ അതങ്ങ് മാറ്റി. ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അത് വേണ്ട, ഓറഞ്ച് കളർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഓറഞ്ച് ഷോൾ എടുത്ത്. അങ്ങനെ ഓറഞ്ച് ഷോൾ എടുത്ത് ഇങ്ങനെ തൊപ്പി പോലെ ചുറ്റിയിട്ട് അതിനകത്ത് ഞാനിങ്ങനെ അതൊരു മാലയുടെ പീസാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ മാലയുടെ ബാക്കിലോട്ടുള്ളൊരു ചെയിൻ ഉണ്ട് കേട്ടോ, അത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പം ഞാനതെടുത്ത് കളയാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് കളയണ്ട, എന്തിനെങ്കിലും ഉപകരിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനതിങ്ങനെ എടുത്ത് വെച്ചേക്കുക. അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. എത്ര പന്നലായാലും ഒരുപാട് വട്ടം എടുത്ത് കളയണമെന്ന് വിചാരിക്കും. പിന്നെയും കളയാൻ നേരം ഞാനതെടുത്ത് വീണ്ടും വെക്കും. എന്ന് വെച്ച് ഉപകാരം ഇല്ലാതിരിക്കുന്ന, അങ്ങനെ എടുത്ത് കളയാതെ വെച്ചിട്ട് ഒരുപാട് ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഉപകരിച്ച്. അങ്ങനെ ഞാൻ എന്തെന്നറിയാം, അതെടുത്ത് ആ തൊപ്പിയുടെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച്. അതിൻ്റെ ആ തലപ്പാവിലിങ്ങനെ ഒരു ഗോൾഡൻ്റെ ഇത് വന്നു. പക്ഷേ സ്കൂളിൽ ചെന്ന് ഞാൻ തൊപ്പി നല്ല വൃത്തിയായിട്ട് കെട്ടിയപ്പം അതുകൂടി വെച്ചപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ അവിടെ സ്കൂളിലെല്ലാവരും പറഞ്ഞു ആ സൂപ്പറാണ്, നല്ല രസമുണ്ടെന്ന്. അങ്ങനെ തൊപ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ഇന്നലെ അച്ഛനുണ്ടാക്കുന്ന വാളും പരിചയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടി ഓടി ചെന്ന് വാളും പരിചയൊക്കെ എടുക്കാനുള്ള വെപ്രാളത്തിലായി പോകുന്നത് കേട്ടോ. അങ്ങനെ തൊപ്പി ഒരുക്കി നേരെ വാളും പരിചയം എടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങുക. കുറേ നേരം കൊണ്ട് പറയുന്നത് ഞാൻ പോയി വാളെടുത്തുകൊണ്ട് വരട്ടെ, പരിചയം എടുക്കട്ടെ. ഞാൻ പറഞ്ഞു ഇല്ല ഫുൾ ഒരുങ്ങിയിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ എടുത്തിട്ട് വീശുമ്പോൾ തലയിലിരിക്കുന്നതെല്ലാം പോവും. എനിക്ക് ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് നല്ലതായിട്ട് എടുക്കണം, അച്ഛന് അയച്ചു കൊടുക്കണം ഫോട്ടോ. അച്ഛൻ ഇന്നലെ പറഞ്ഞേക്കുവാ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തരണേന്ന്. അതുകൊണ്ട് ഫുൾ ഒരുങ്ങിയിട്ട് പോയാൽ മതി. പക്ഷേ ഇതിനകത്തൊരു മിസ്സിങ് പറ്റി കേട്ടോ. സ്കൂളിൽ ചെന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാനങ്ങ് മറന്നുപോയി. ലിപ്സ്റ്റിക് അവിടെ ചെന്ന് ഇടാൻ മറ്റേ തലപ്പാവൊക്കെ കെട്ടി വൃത്തിയാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഞാനങ്ങ് കയറ്റി വിട്ടു. ഈ ലിപ്സ്റ്റിക്ക്